പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമങ്ങളെ കാണുന്നു. അതുപോലെ സ്വർണത്തിലും കേരളം ഇതുവരെ കാണാത്ത 10,000 കോടി രൂപയുടെ നികുതി വെട്ടിപ്പടക്കുകയാണ്. ഇത്രയും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ആ നികുതി വെട്ടിപ്പ് തടയാനുള്ള ഒരു ശ്രമവും സർക്കാർ നടത്തുന്നില്ല. ലോകത്തുള്ള മുഴുവൻ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. ആരോഗ്യരംഗം താറുമാറായി. എല്ലാ സർവകലാശാലകളിലും ഇൻചാർജ് ഭരണമാണ്. വൈസ് ചാൻസലർമാരില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു തരിപ്പണമായിരിക്കുന്നു. കേരളം ഇതുപോലെ പരിതാപകരമായ ഒരു അന്തരീക്ഷത്തിൽ എന്നെത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇതെല്ലാം മറച്ചുവെക്കാൻ സംഘപരിവാറുമായി ചേർന്ന് സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിന് കൊടപിടിച്ചു കൊടുക്കുകയാണ്. മുനമ്പം വിവാദം ഉണ്ടാക്കുന്നത് സംഘപരിവാറാണ്, ഭിന്നിപ്പ് ഉണ്ടാക്കുന്നത്. ആ ഭിന്നിപ്പ് ഇതിൽ തീരുമാനമെടുക്കേണ്ട സർക്കാരും വഖഫ് ബോർഡും തീരുമാനമെടുക്കാൻ മനഃപൂർവ്വം വൈകിപ്പിച്ച് ആ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കുകയാണ്. ഞങ്ങൾ നേരത്തെ മുതൽ ആരോപിക്കുന്ന സംഘപരിവാർ CPM അവിശുദ്ധ ബാന്ധവം പരസ്പരം സഹായിച്ചും കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ബാർട്ടർ സിസ്റ്റം പോലെ തമ്മിലുള്ള കേസുകൾ മുഴുവൻ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രചരണമാണ് പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയത്. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങൾ താഴെ തട്ടിൽ നിന്ന് വീടുകൾ കയറിയ സ്ക്വാഡ് പ്രവർത്തകരുടെ അസസ്മെൻറ്റ് ഞങ്ങൾ കംപ്ലീറ്റ് വിശകലനം ചെയ്താണ് നല്ല ഭൂരിപക്ഷത്തിൽ 10,000-ലേറെ ഭൂരിപക്ഷത്തിൽ, ഒരുപക്ഷെ 15,000 കടന്നുപോയാലും അത്ഭുതപ്പെടാനില്ലാത്ത ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. അല്ലല്ല, ഞാൻ പറയട്ടെ, BJPയും CPM-ഉം ഒരേ ശബ്ദമാണ്, ഒരേ നാവാണ്, ഒരേ രീതിയിലാണ്. അവർ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്, UDF-നെ ദുർബലപ്പെടുത്താൻ. പാലക്കാട് മനസ്സിലായില്ലേ? UDF-ഉം BJPയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. എല്ലാ കണക്കുകളും കൃത്യമാണ്. 2ാം സ്ഥാനത്ത് വരാനുള്ള എല്ലാ സാധ്യതകളും CPM തന്നെ ഇല്ലാതാക്കി. എങ്ങനെ ഇല്ലാതാക്കിയത്? കോൺഗ്രസിൽ സീറ്റ് കൊടുക്കാത്ത, എന്നിട്ട് BJPയിൽ സീറ്റ് അന്വേഷിച്ചു പോയ ആളെ EP ജയരാജൻ പറഞ്ഞതുപോലെ അവസരവാദിയായ ഒരാളെ ഇരുണ്ടു നേരം വെളുക്കുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥിയാക്കി CPM ആ സാധ്യത കൂടി ഇല്ലാതാക്കി. അല്ല, മണിപ്പൂർ കലാപം, അതാണ് ഞങ്ങൾ പറഞ്ഞത്. മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് തീ കൊടുക്കുന്നവർ, അവിടെ ക്രൈസ്തവരെ പച്ചയ്ക്ക് കത്തിക്കുന്നവർ, അവരുടെ സ്ത്രീകളെ അപമാനിക്കുന്നവർ, അവരുടെ സ്ഥാപനങ്ങൾക്ക് തീ വയ്ക്കുന്നവർ, ഇവിടെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളായി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറി മുനമ്പം വിവാദം പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് മണിപ്പൂരിൽ എന്താ നടക്കുന്നത്, അത് കാണുന്നില്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണം, മദർ തെരേസയുടെ ഭാരതരത്നം തിരിച്ചു വാങ്ങണമെന്നുള്ള സംഘപരിവാറിൻ്റെ ആവശ്യം, ഗ്രഹാം സെയിൻസിൻ്റെ കൊലപാതകത്തിൽ പങ്കാളിയായ ആളെ കേന്ദ്രമന്ത്രിയാക്കൽ, ഈ കഴിഞ്ഞ 10 ദിവസം മുമ്പ് വരെ ഡൽഹിയിൽ ക്രൈസ്തവ സംഘടനകളുടെ സമരമായിരുന്നു സംഘപരിവാറിനെതിരായി. അതായത് ക്രൈസ്തവർക്ക് നേരെ, അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന നിരന്തരമായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ അവർ കേസ് കൊടുത്തിരിക്കുക. അപ്പോഴാണ് ഇവിടെ വീട്ടിൽ കയറിയ ഒരാളാന്ന് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണി UDF-ഉം BJPയും തമ്മിലാണ് മത്സരം. CPM 3ാം സ്ഥാനത്ത്. അത് ഏത് സ്ഥാനാർത്ഥി അങ്ങനെയല്ലേ പറയുള്ളൂ. 3ാം സ്ഥാനാർത്ഥി, നിങ്ങൾ ഇവിടെ മത്സരിക്കുന്ന ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് ചോദിച്ചു നോക്ക്, ആളും ജയിക്കുന്നതേ പറയുള്ളൂ. അപ്പോൾ അത് തെറ്റ് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ ആദ്യമേ തൊട്ടേ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും എൻ്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ? ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ എന്ന് പറയാൻ, ആകുമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട്. ഒന്ന്.
അപ്പോൾ ഞങ്ങളോടൊരു തിരിച്ചു ചോദ്യം ചോദിച്ചു. ആരായിക്കോട്ടെ, പ്രതിപക്ഷത്തിൻ്റെ കൂടി വിലയിരുത്തലാകുമോ തിരഞ്ഞെടുപ്പ്? ആയിക്കോട്ടെ, പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലായി തന്നെ കണക്കാക്കും. ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. എന്ത് കുറവ് വന്നാലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ്. അല്ല, അതപ്പോൾ തീരുമാനിച്ചാൽ മതിയല്ലോ. എന്ത് കുഴപ്പം വന്നാലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ്. വിജയം ഞങ്ങളുടെ ടീം വർക്കാണ്. ഞങ്ങളുടെ അസാമാന്യമായ ടീം വർക്കാണ്. ഞാൻ അവകാശപ്പെടുന്നത് കഴിഞ്ഞ 50 വർഷക്കാലം കേരളത്തിൽ കോൺഗ്രസും UDF നടത്താത്ത പ്രവർത്തനമാണ് ഞങ്ങൾ ഈ ചേലക്കരയിലും പാലക്കാട് ഞങ്ങൾ നടത്തിയത്. അതാണല്ലോ ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സമീപനത്തിലുണ്ടായ മാറ്റം. നോർത്തിലെ 2 സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പാണ് സംഘപരിവാറിൻ്റെ നറേറ്റീവ് ഹിന്ദുവിൽ കൂടി വന്നത്. മനസ്സിലായല്ലോ. നിരന്തരമായി പറയാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു? മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണ്, തങ്ങൾ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ പുറകെ നടന്ന. ഇവർക്ക് മാറ്റി പറയാൻ യാതൊരു ലജ്ജയുമില്ല, യാതൊരു ലജ്ജ. സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയറാണ്. ഇങ്ങോട്ട് വന്നോളൂ, ഞങ്ങളിവിടെ റെഡിയായി നിൽക്കുകയാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ട് ഇരുണ്ടു നേരം വെളുക്കുന്നതിന് മുമ്പ് അത് കാളിയനാണെന്ന് പറഞ്ഞ മന്ത്രിമാരുള്ള നാടാണ് കേരളം. നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി ഈ കുടുംബത്തോടൊപ്പമായിരിക്കും ഞങ്ങളെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി. ആ കേസിലെ നവീൻ ബാബു മരിക്കാനിടയായ കേസിലെ പ്രതി ജയിലിൽ നിന്ന് വന്നപ്പോൾ സ്വന്തം ഭാര്യയെ വിട്ടാണ് സ്വീകരിച്ചത്. അതാണ് CPMൻ്റെ മുഖം എന്ന് പറയുന്നത്. ഇരട്ട മുഖം മനസ്സിലായില്ലേ? അതാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് മുഴുവൻ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ്. ഹവാല കള്ളപ്പണ കേസിൽ പ്രതിയാവേണ്ട സുരേന്ദ്രൻ സാക്ഷിയായി. മഞ്ചേശ്വരം കോഴക്കേസിൽ പ്രതിയായി വിചാരണ നേരിടേണ്ട ആളെ മര്യാദയ്ക്ക് കുറ്റപത്രം കൊടുക്കാതെ രക്ഷിച്ചു. ഈ തെരഞ്ഞെടുപ്പ് വേറൊരു കാര്യം കൂടി വിലയിരുത്തും. നവീൻ ബാബുവിൻ്റെ കേസ്, വാളയാറിൽ 9 വയസ്സും 13 വയസ്സും പ്രായമുള്ള പെൺകുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കിയ കേസ് വെറുതെ വിട്ടത് CPMകാരെ. വണ്ടിപ്പെരിയാറിൽ 5 വയസ്സുള്ള പെൺകുട്ടിയോട് മോശമായി പെരുമാറി അതിനെ കൊന്ന് കെട്ടിത്തൂക്കിയ കേസിലെ DYFIക്കാരനെ വെറുതെ വിട്ടത്. പിന്നീട് മാതാപിതാക്കൾ പഠിക്കാനയച്ച സിദ്ധാർത്ഥിനെ ക്രൂരമായി കൊന്ന് ബാത്റൂമിൽ കെട്ടിത്തൂക്കിയ പ്രതികളെ സംരക്ഷിക്കുന്നത്. ഈ കേസിലെല്ലാം CPM ഇരകളോടൊപ്പമല്ല, വേട്ടക്കാരോടൊപ്പമാണ്. എല്ലാവരും സ്വന്തക്കാരാ, എല്ലാവരും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാ. അതുകൊണ്ട് വേട്ടക്കാരോടൊപ്പമാണ് നിന്നത്. എന്തിനാണ് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്വന്തം ഭാര്യയെ ജയിലിൽ അയച്ച് ഈ കേസിലെ പ്രതിയെ സ്വീകരിപ്പിച്ചത്? അതിലേക്ക് ജനങ്ങൾ മറുപടി പറയും. ഞാൻ MP ഗോവിന്ദൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ചല്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ആ സ്ഥാനത്തിരുന്നുകൊണ്ട് നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി അവരോടൊപ്പമാണെന്ന് പറയുകയും പ്രതിയെ സ്വീകരിക്കാൻ ഭാര്യയെ പറഞ്ഞു വിടുകയും ചെയ്ത പാർട്ടിയാണ്. അതാണ് ഞാൻ ചോദിച്ചത്, CPM നിൻ്റെ പേരാണോ കാപട്യം? എല്ലായിടത്തും പോവും. എല്ലാ സമുദായ ഈ പാണക്കാട് തങ്ങൾ സമുദായ സംഘടനാ നേതാവെന്ന നിലയിൽ കാണാൻ പോയതല്ല. മുസ്ലിം ലീഗിൻ്റെ സമാരാധ്യനായ അധ്യക്ഷനാണ് സന്ദീപ്. UDFൻ്റെ ഘടകകക്ഷി നേതാക്കളെ എല്ലാവരെയും കാണും. സംശയം എന്താ? ഞങ്ങളുടെ ഘടകകക്ഷി നേതാവിൻ്റെ ഞങ്ങളെല്ലാവരും പോകണമല്ലേ? ഘടകകക്ഷി നേതാവിൻ്റെ വീട്ടിൽ പോയതിന് എന്താ പ്രശ്നം? ഞാൻ ചോദിക്കുന്നത്, സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേർന്നതിൽ ഇത്ര അസ്വസ്ഥത പിണറായി വിജയൻ എന്താ കാര്യം? CPMകാരെ കൊന്നു എന്ന് CPMകാർ ആക്ഷേപിച്ച RSS നേതാവ് OK വാസുവിനെ ചുവന്ന ഷാലിട്ടും ചുവന്ന മാലയിട്ടും സ്വീകരിച്ച ആളല്ലേ പിണറായി വിജയൻ? മറന്നുപോയോ? എന്നിട്ട് അയാളെ മലബാറിലെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി. എന്നിട്ട് വന്നിട്ട്, ഞാൻ എൻ്റെ ഭാഷയല്ല ഉളുപ്പില്ലാതെ സംസാരിക്കാമെന്ന് പറയുന്നത്, എൻ്റെ ഭാഷയല്ല, ഞാൻ അറിയാതെ പോലും അങ്ങനെ പറയുന്ന ആഗ്രഹിക്കും. മുഖ്യമന്ത്രി സ്ഥിരം പറയുന്ന ഭാഷയാണ്. എന്നിട്ട് ഉളുപ്പില്ലായ്മ എന്ന് പറയുന്നത് ഞാനത് പറയുന്നില്ല, ആ വാക്ക് പറയുന്നില്ല. OK വാസി BJP നേതാവ് പോലുമല്ല, RSS നേതാവ്. അവരുടെ CPM അണികളെ, പാവപ്പെട്ട CPMകാർ, ഇപ്പം അല്ല പണ്ട്, അത് പഴങ്കഥയാണ്, ഇപ്പം സഖ്യത്തിലാണല്ലോ. കൊന്നുവെന്ന് CPMകാർ തന്നെ ആക്ഷേപിച്ച നേതാവിനെ മാലയിട്ട് സ്വീകരിച്ച ആളാണ്. എന്നിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഭയങ്കര വിഷമം.
BJP ക്യാമ്പിലുള്ള കൂട്ടക്കരച്ചിലിനേക്കാൾ ഉറക്കെ കേൾക്കുന്ന കൂട്ടക്കരച്ചിൽ CPM ക്യാമ്പിൽ നിന്നാണ്. മുഖ്യമന്ത്രി തന്നെ വന്ന് പൊട്ടിക്കരച്ചു. ആരെ ആരാ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞു പുള്ളി? ക്രിസ്റ്റൽ ക്ലിയറായ നേതാവാണ് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ആളല്ലേ AK ബാലൻ. AK ബാലൻ്റെ ഉള്ളിൽ ഇത് UDF ജയിക്കണമെന്നാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ കേൾക്കുമ്പോൾ മനസ്സിലായി. ഇവരൊക്കെ എവിടെയായിരുന്നു? ഇവരൊക്കെ SFI നേതാക്കളായിരുന്നല്ലോ. ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്തിൽ പിണറായി വിജയൻ സന്ദർശിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞല്ലോ 33 പതിറ്റാണ്ട് 30 വർഷം ജമാഅത്ത് ഇസ്ലാമി CPMൻ്റെ കൂടെ. ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ 5 തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. LDF കാൻഡിഡേറ്റിൻ്റെ കൂടെയായിരുന്നു. അവരുടെ വീട്ടിൽ ഈ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും എല്ലാവരും പോയിട്ടുണ്ട്. അവരുടെ വീടുകളിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളുടെ. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് അങ്ങനെ ഇവർ പറയുന്നതനുസരിച്ച് മാറുക. ഇപ്പോൾ സന്ദീപ് വാര്യർ CPM ചേർന്നിരുന്നെങ്കിൽ റെഡിയായിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, റെഡിയായിട്ട് ബൊക്കയും ഷാളും ഒക്കെ മേടിച്ച് വെച്ച് റെഡിയായിട്ട് നിൽക്കുമല്ലായിരുന്നോ? അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങളതിനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഒരാഴ്ച വെയിറ്റ് ചെയ്ത് എന്തിനാണെന്ന് ഇവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിച്ചുകൊണ്ട് സന്ദീപ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ CPM നേതാക്കന്മാരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫയലുമായിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പ്രവേശിച്ചത്. അതിൽ ഈ താങ്കളുടെ ചോദ്യത്തിന് യാതൊരുവിധ പ്രസക്തിയില്ല. നിങ്ങളിത് പത്മജ വേണുഗോപാലിനോടും അനിൽ ആൻ്റണിയോടും ചോദിച്ചിട്ടില്ല, മനസ്സിലായില്ല? അതുകൊണ്ട് എന്നോടും ചോദിക്കേണ്ട ആ ചോദ്യം. ഈ ശാപവാക്കുകളാണ്. എനിക്ക് കണ്ടകശനിയാണ്, എന്നെയും കൊണ്ട് കണ്ടകശനി പോകുള്ളൂ. സാധാരണ ശപിക്കാറുള്ള ആളുകളാരാ? വലിയ താപസമാരാണ് ശപിക്കാറുള്ളത്. അവരെവിടെ ഇരിക്കുന്നത്? അവർ പച്ചലയിലും മരവുരിയിലും ഒക്കെയാണ് ഇരിക്കുന്നത്. ഈ താപസിനിരിക്കുന്ന എവിടെയാണ്? കള്ളപ്പണത്തിൻ്റെ മീതെ. എന്നിട്ട് എന്നെ ശപിക്കുക. ബൈബിളിലെ സുഭാഷിതങ്ങളിലൊരു വാക്യമുണ്ട്, പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും ഇരിക്കാത്തതുപോലെ അകാരണമായ ഒരു ശാപം ആർക്കും ബാധിക്കില്ല. ആ കളക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. റിട്ടേണിംഗ് ഓഫീസർ എന്ന നിലയിൽ അത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കള്ളവോട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കളക്ടർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് മെഷീനറിക്കാണ്. അത് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ചാലഞ്ച് ചെയ്യുക. ഞങ്ങൾക്ക് വിരോധമില്ല, ചാലഞ്ച് ചെയ്യുക, അല്ലാതെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ CPM ജില്ലാ സെക്രട്ടറി. ഇത് പറയാൻ കാര്യം എന്താ? ഈ CPM ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയും ഒരു പണിയെടുത്തില്ല ഈ ഇലക്ഷനിൽ. ഞങ്ങൾ നന്നായി വോട്ട് ചേർത്തു, അതാണ് ഇവരുടെ അസൂയ. പക്ഷെ പറഞ്ഞപ്പോൾ പണി കിട്ടിയപ്പോഴാണ് LDFൻ്റെ സ്ഥാനാർത്ഥി തന്നെ വ്യാജ വോട്ടാണ്. അദ്ദേഹത്തിൻ്റെ പത്നിയും വന്ന് എനിക്ക് അവരോട് യാതൊരു വിരോധമില്ല. അവരെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല. വോട്ട് ചേർത്തിട്ടുണ്ട് അവർ. ചേർത്തിന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? എനിക്ക് തിരുവല്ലാമലയിലാണ് എൻ്റെ വീട്, അവിടെയായിരുന്നു എൻ്റെ വോട്ട്. അവിടെ നിന്ന് ഞാൻ ഒറ്റപ്പാലത്തൊരു വാടക വീടെടുത്തു. വാടക വീടിൻ്റെ കച്ചീട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കച്ചീട്ട് കാണിച്ചാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത്. എന്നിട്ട് ഞാൻ ഏപ്രിൽ 26-ാം തീയതി പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തു, അല്ലേ? ഇവിടെ വന്ന് എനിക്കൊരു വീടുണ്ടായിരുന്നു. ആ വീട് കാണിച്ച് ഞാൻ ജൂലൈയിൽ അപേക്ഷ കൊടുത്തു. എന്നിട്ടാണ് ഞാൻ വോട്ട് ചേർത്തത്. അപ്പോൾ ഏപ്രിൽ 26-ാം തീയതി അദ്ദേഹത്തിൻ്റെ വോട്ട്, അദ്ദേഹം താമസിക്കുന്നത് എവിടെയാണ്? ഒറ്റപ്പാലത്ത്. അവിടെ താമസിക്കുന്നതുകൊണ്ടാണല്ലോ അവിടുത്തെ കച്ചിട്ടുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയത്. മെയ്, ജൂൺ, ജൂലൈ 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അപേക്ഷ കൊടുത്തു. അപേക്ഷയിൽ അദ്ദേഹത്തിന് കിട്ടിയ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വേണം മുനിസിപ്പാലിറ്റി. എന്താ? അദ്ദേഹം കഴിഞ്ഞ 6 മാസത്തിലധികം കാലമായി ഇവിടെ താമസിക്കുകയായിരുന്നു. ആണോ? അദ്ദേഹത്തിൻ്റെ മറുപടി തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഏപ്രിലിൽ ഒറ്റപ്പാലത്തെ വീടിൻ്റെ കച്ചീട്ടിൽ താമസിക്കുകയായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തത്
6 മാസത്തിലധികമായിട്ട് പാലക്കാട് താമസിക്കുകയാണ് എന്ന് പറഞ്ഞത് വ്യാജരേഖയാണ്. വ്യാജരേഖ സമർപ്പിച്ചിട്ടാണ് അദ്ദേഹം വ്യാജ വോട്ട് ചേർത്തത്. ഞാൻ പിന്നെ അത് വിശദീകരിക്കരുത്, അദ്ദേഹത്തിൻ്റെ മറുപടി തന്നെ ഉണ്ടത്. ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കൊടുക്കണമെങ്കിൽ മനസ്സിലായില്ലേ, കഴിഞ്ഞ 6 മാസത്തിലധികം കാലമായി ആ സ്ഥലത്ത് താമസിക്കണം എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് വ്യാജനാണ്, അത്രയില്ല. ആദ്യം പോയി തടയട്ടെ, അവരെ പോയി തടയട്ടെ. ഒരു ബൂത്തിലും തടയില്ല. അത് വെറുതെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കേണ്ടതാണ്. കേസെടുത്ത് ജാമ്യമില്ലാത്ത കേസെടുത്ത് ജയിലിൽ അടക്കേണ്ടതാണ് ഈ ജില്ലാ സെക്രട്ടറി. വോട്ട് ചെയ്യാൻ വരെ തടയുമെന്ന് പറയാൻ ഇയാളാരാ?